ഇങ്ങതാ. അതേട്ടാ. അതേട്ടാ. ഇത് വിളിച്ചേ. അരുണേ, നീ ഇവിടെ എന്താ ആലോചിച്ചോണ്ടിരിക്കുക? എടാ, ഫംഗ്ഷൻ തുടങ്ങാൻ ഇനി അധികം സമയമില്ല. അതിനു മുമ്പ് മ്യൂസിക്കിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യണം. നീ ഇവിടെ ചെന്നേ. അരുണെ, പറയുന്നത് കേക്ക്. നീ ഒന്ന് സെറ്റ് ചെയ്യ്. എനിക്കിപ്പോ സമയമില്ല. സമയമില്ലെന്നോ? ഇത് എന്ത് വർത്താനോടാ? എടാ, ആ വിസ്മയൊക്കെ ഇപ്പൊ എത്തും. നീ അതിനു മുമ്പ് എല്ലാം ഓക്കെ ആക്കണം. എടാ, എഴുന്നേക്കാൻ. അപ്പൊ നീ കാര്യമായിട്ടല്ലേ? ആണെങ്കിൽ അല്ല, നീ നേരത്തെ എന്നോട് ദേഷ്യപ്പെട്ടല്ലോ. എന്താടാ കാര്യം? എന്താ നിന്നെ മനസ്സില്? അറിഞ്ഞാൻ പറ്റൂ? അറിയണം. പറയടാ. എടാ, പറയാൻ. ആ, പറ, കേക്കട്ടെ. കേൾക്കാൻ അത്ര ആഗ്രഹമാണെങ്കിൽ ഞാൻ പറയാം. പറയടാ. എടാ, പറയാൻ. പറയണല്ലേ? ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതേട്ടാ, അരുൺ. അതേട്ടാ, അരുൺ. അരുണേ, എന്താ അരുണേ ഇത്? എന്താ അരുണി കാണിക്കുന്നേ? ആദ്യട്ട് ആദ്യട്ട് വന്നേ. അരുൺ, വായോ, നമുക്ക് പോവാം. നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ? ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മതിയായില്ല അല്ലേ? നിങ്ങൾ എന്റെ ജീവിതം ഇവർ രണ്ടാളും കൂടി. ആദി, അരുൺ, എന്താ കാര്യം? അച്ഛാ, ഇവനെന്തോ എന്നോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ച് പെരുമാറുക. എന്താന്ന് എനിക്ക് അറിയത്തില്ല. എന്താ അരുൺ, എന്താ കാര്യം? കണ്ടോ അച്ഛാ, അവന് നോട്ടം കണ്ടോ? അവനിപ്പോ ഒന്നും പറയാനില്ല. ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ? അരുൺ, അവിടെ നിൽക്ക്. എന്റെ മക്കൾ ഇങ്ങനെയാണോ അച്ഛന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്?
ആദ്യോടും കൂടെ ചോദിച്ചത്. അച്ഛാ അവൻ വെറുതെ എന്നോട് പ്രശ്നത്തിന് വന്നതാ. എന്താ രണ്ടാളും കൊച്ചു കുഞ്ഞുങ്ങളാ? ഇനി എന്റെ ബർത്ത്ഡേ ആഘോഷിച്ച് എന്റെ മകൾ തലതല്ലി കീറാനാണ് ഭാവമെങ്കിൽ ഈ നിമിഷം ഈ ആഘോഷങ്ങളെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അച്ഛനൊരു പിറന്നാൾ ആഘോഷിച്ചില്ല എന്നല്ലേ ഉള്ളൂ. കുടുംബം തകരില്ലല്ലോ. അന്തട്ടാ വേണ്ട, അങ്ങനെ ഒരു തീരുമാനം വേണ്ട. നമ്മുടെ മക്കളല്ലേ, എന്തോ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം. കൊച്ചു കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ, പറഞ്ഞവർക്ക് മനസ്സിലാവില്ലേ? ആദ്യ അരുണിനെയും ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. എടാ മോനെ, വേണ്ട, എനിക്കിവിടെ ആരുടെ ഉപദേശം വേണ്ട. എടാ നിന്റെ അമ്മയല്ലേ പറയുന്നത്? എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛാ, അച്ഛനെ എന്നെ കരുതി ഇവിടുത്തെ ഫംഗ്ഷൻ ഒന്നും ക്യാൻസൽ ചെയ്യണ്ട. എല്ലാം ആഘോഷമായിട്ട് തന്നെ നടക്കട്ടെ. പിന്നെ അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ, എല്ലാത്തിനും ഞാനുണ്ടാവും. അച്ഛാ, ഞാനത് ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയുന്ന. എനിക്കും ഇടയ്ക്ക് എൻ്റെ മനസ്സൊന്നും അത് പോട്ടെ. അച്ഛാ, ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അല്ലെ, ആ മ്യൂസിക്കിൻ്റെ കാര്യം സെറ്റ് ചെയ്യണം, അതല്ലേ? ആ, അത് ഞാനിപ്പോൾ തന്നെ സെറ്റ് ചെയ്യാം. അരുൺ നേരെ ഇപ്പം താനാണോ ഇപ്പൊ മൂഡ് ഓഫ് ആയി നിൽക്കുന്നത്? ആ ചെല്ല് കാര്യങ്ങളൊക്കെ ഉഷാറാക്കാൻ നോക്ക്. ചെല്ല്. അമൃത, നീ അങ്ങോട്ട് ചെന്ന് അമ്മയെ സഹായിക്ക്. ചെല്ല്, നീ ചെല്ല്. അത് നിന്നോട് ഇനി പ്രത്യേകം പറയണമെന്നുണ്ടോ? ചെല്ല് മോനെ. ഐശ്വര്യ, ചെല്ല്, അധികം സമയമില്ല. അരുണാകെ മാറിപ്പോയി. എപ്പോഴും ചിന്തയും ദേഷ്യവും. എന്തോ പ്രശ്നമുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അകത്തേക്ക് പോ. ഇപ്പോ വരേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പറയാതെ. അച്ഛന് വിഷമമുണ്ടെന്ന് കരുതിയ അന്ന് വരാമെന്ന് സമ്മതിച്ച.
പക്ഷെ ഇപ്പൊ എന്തോ അത് തെറ്റായിപ്പോയെന്ന് തോന്നുന്നു. അമ്മയെ ഫേസ് ചെയ്യാനുള്ള മടിയാണോ? സ്വന്തം അമ്മയല്ലേ, അങ്ങനെ അമ്മ എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി നമുക്കും അങ്ങനെ ആവാൻ പറ്റുമോ? അച്ഛൻ അതേ സ്നേഹത്തോടെ വന്ന് വിളിച്ചതാ, അത് മറക്കണ്ട. എന്തായാലും വന്നുപോയില്ലേ, അച്ഛനെ കരുതി പങ്കെടുക്കാം. ഐസൊക്കെ റെഡിയായി. ആ ഇന്ന് എന്ത് പായസമായിരിക്കും? ഒന്ന് ഊഹിച്ചു പറഞ്ഞു. കടല? ആ അമ്മേ, അച്ഛാ, ദേ അഖില ശ്യാമയും വന്നു. ഏ? ആ അഖിമ വന്നോ? ആ അവരെത്തി. വസു, നീ ശ്യാമയുടെ അനിഷ്ടമൊന്നും കാണിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതാ ഞാൻ ഇതിനെല്ലാം സമ്മതിച്ചത്. ആ കാര്യം ഓർമ്മ വേണം. വസുന്ധര വാക്ക് പറഞ്ഞ വാക്ക. വാ, നമുക്ക് അഖിയും ശ്യാമയും സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടുവരാം. അമ്മേ, ഞാനിപ്പോ വരാം. അഖി ഇനി എന്നെ വിട്ട് തിരിച്ചു പോകാത്ത കാര്യം ഞാൻ ഏറ്റു. ശ്യാമയുടെ കാര്യം അത് ഓക്കെയാണല്ലോ ഐശ്വര്യ? ആ എല്ലാം റെഡിയാ. ശ്യാമയുടെ കാര്യം ഞാൻ ഏറ്റു അമ്മേ. ഓക്കെ. എന്നാ പിന്നെ ശ്യാമയുടെ മുന്നിൽ ഞാൻ തകർത്ത് അഭിനയിക്കാൻ പോവാ. ആ പെർഫോമൻസ് നീ ഒന്ന് കണ്ടു. ശ്യാമേ, ഇനി ശ്യാമയ്ക്ക് ശ്യാമയുടെ വഴി, അഖിക്ക് അഖിയുടെ വഴി. എല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാളും കയറി വാ. ശ്യാമേ, അകത്തേക്ക് വാ. മോനെ അഖി, നീ വന്നോ? അഖി, എന്താടാ നീ അങ്ങ് വല്ലാണ്ടായി പോയല്ലോ. മോൻ വാ, കേറി വാ. അയ്യോ, ശ്യാമയുണ്ടല്ലോ. ശ്യാമ വരുമെന്ന് ആനന്ദേട്ടൻ പറഞ്ഞു. എന്തായാലും വന്നല്ലോ, നന്നായി. ആനന്ദേട്ടാ, അപ്പൊ പതിവ് പോലെ ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടിയും സന്തോഷമുള്ളതായല്ലോ അല്ലേ? അതെ, നമ്മുടെ കുടുംബത്തിലെ എല്ലാരും കൂടെ ആഘോഷിക്കുമ്പോഴാണല്ലോ അത് യഥാർത്ഥ ബർത്ത്ഡേ ആവുന്നത്. എന്നാ എല്ലാരും കൂടി അകത്തേക്ക് വാ. നമുക്ക് എല്ലാവർക്കും കൂടി ബർത്ത്ഡേ ഗംഭീരമാക്കാം. അഖി വാടാ, വാ വരാൻ. ആ മോളെ, ഇതുവരെ അരുന്ധതി മോളെ പാടാനെന്നും പറഞ്ഞ് ശല്യം ചെയ്തില്ലല്ലോ? ഇല്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ല അച്ഛാ. അപ്പൊ അരുന്ധതി മോളും പാടിക്കാൻ വേറെ ആരെയോ അറേഞ്ച് ചെയ്തു. വരട്ടെ, വേണ്ടത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മോള് വാ. മമ്മി, ഇങ്ങനെ നിന്നാ മതിയോ? ആ വസുന്ധര മാഡം വിളിച്ചിരുന്നു, ഫംഗ്ഷന് സമയമായിരുന്നു. മമ്മിയോടാ ഞാൻ പറയുന്നേ, കേൾക്കുന്നില്ലേ? ഞാൻ ആ ശ്യാമയെ കൊണ്ട് പാടിപ്പിക്കാൻ എന്താ മാർഗമെന്ന് ആലോചിക്കുകയായിരുന്നു. നന്നായി. സ്റ്റേജിൽ കയറി പെർഫോമൻസ് തുടങ്ങാൻ സമയമായി. അപ്പോഴാ പാടാൻ അവളെ സമ്മതിപ്പിക്കാനുള്ള വഴി തേടുന്നേ. നമ്മൾ വേറെ ആളെ വെച്ച് പാടിച്ചാൽ അത് പറ്റില്ല. ഒന്ന്, മറ്റുള്ളവരെ ശബ്ദം തിരിച്ചറിഞ്ഞത് പ്രശ്നമാവും. അല്ലെങ്കിൽ തന്നെ ആ വർമ്മ നമ്മുടെ തന്ത്രങ്ങളെല്ലാം പൊളിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുക.
ഈ കാര്യങ്ങളൊക്കെ ഞാൻ പലവട്ടം മമ്മിയോട് പറഞ്ഞതല്ലേ. അപ്പൊ മമ്മി പറഞ്ഞു വരട്ടെ, വഴി കാണാം, ശരിയാകുമെന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ അവസാന നിമിഷത്തില് അവളെ കൊണ്ട് പാടിക്കാനുള്ള വഴി നോക്കുക. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഈ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ പിന്നെ എന്നെ മമ്മി കാണില്ല. ഞാൻ ഈ നാട് വിട്ട് എന്നെ ആരും തിരിച്ചറിയാത്ത ഏതെങ്കിലും നാട്ടിലേക്ക് പോവും. എന്തായാലും നാണം കെട്ട് ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല. നീ ടെൻഷൻ ആവാതെ വിസ്മയ, ഞാൻ ഒടുവിൽ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ തന്ത്രം ഒന്ന് നടപ്പായി കിട്ടിയ ഒരു കാര്യം ഉറപ്പാ, ഈ ഫംഗ്ഷനും ശ്യാമ വിസ്മയ്ക്ക് വേണ്ടി പാടും. അതും ആ വർമ്മയുടെയും അഖിലിന്റെയും മുമ്പിൽ വെച്ച്. ആ ശ്യാമയെ കൊണ്ട് ഞാൻ പാടിക്കും. പറ മമ്മി, എന്താ ഐഡിയ? ഐഡിയ പറയാം. ആദ്യം ഞാൻ അത് നടപ്പാക്കാനുള്ള ആളെ വിളിക്കട്ടെ. ആരാ മമ്മി അത്? ഞാൻ ഫോൺ ചെയ്യാം, അപ്പൊ നീ കേട്ടോ. എന്താ മേഡം, എന്താ വിളിച്ചേ? എന്റെ ജയന്തി മോളെ എന്ത് ചെയ്യാ? അയ്യോ, അത് മാഡം, ഞാനിങ്ങനെ കൂട്ടിലടച്ച കിളിയെ പോലെ വെറുതെ ഇങ്ങനെ വല്ലാത്ത ജീവിതമായിപ്പോയി, അത്ര തന്നെ. എന്നാ നാളെ വൈകിട്ട് നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? എന്താ മേഡം? അതെ, ഞാനും മോളും നാളെ വൈകിട്ട് കാറുമായിട്ട് വരും. ആരും കാണാതെ ജയന്തിയും കൂട്ടി നമ്മൾ ബീച്ചിലും 5 സ്റ്റാർ ഹോട്ടലിലുമൊക്കെ അടിച്ചു പൊളിച്ച് ജയന്തിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരും. എന്താ? അയ്യോ, ഞാൻ സ്വപ്നം കാണാണോ? പിന്നെ ജയന്തിക്ക് ഇഷ്ടപ്പെട്ട വളയോ മാലയോ നല്ലൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിത്തരും. അയ്യോ, ഇതെല്ലാം നടക്കോ മേഡം? നടക്കും. ജയന്തി എനിക്ക് വേണ്ടി ചെറിയൊരു ഉപകാരം ചെയ്യണം. എന്താ മേഡം, പറയേ, എന്ത് വേണോ ഞാൻ ചെയ്യാം. ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേക്ക്. ഇനി ഒരു നിമിഷം വൈകരുത്. ശ്യാമയുടെ അമ്മ എവിടെ ഉണ്ടല്ലോ, വേഗം വേണം. ആ, അമ്മയും ഞാനും എവിടെയുള്ളൂ, വേറെ ആരുമില്ല. അത് നന്നായി. വേഗം ഞാൻ പറഞ്ഞത് ചെയ്. ശരി മേഡം. മമ്മി, ഇത്രയും വലിയ ഐഡിയ ഒക്കെ ഈ തലക്കകത്ത് എവിടെയായിരിക്കുന്നേ? നീ നോക്കിക്കോ മോളെ, ജയന്തി അത് ചെയ്തിരിക്കും. ബാക്കി നമ്മളും. അമ്മേ, കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്, എല്ലാം കഴിയാറായി. അമ്മ സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോണം. ദാ സഞ്ചിയും പൈസയും. അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിന് പറയുന്നതെന്നല്ല, അച്ഛൻ പോയപ്പോ എന്നോട് പ്രത്യേകം പറഞ്ഞതാ. ഞാനത് അമ്മയോട് പറയാൻ മറന്നു, ഇപ്പോഴാ ഓർത്തത്. എന്ന് വാസുവേട്ടൻ എന്നോട് പറയായിരുന്നല്ലോ. അമ്മേ, അച്ഛൻ പോയപ്പോ അമ്മ കുളിക്കായിരുന്നല്ലോ. ഇനി വൈകിയാ പറ്റില്ല, ക്ഷേത്രത്തിൽ പോകാൻ വൈകും, നീ തന്നെ ദേവകിയോട് പറഞ്ഞേക്കെന്നും പറഞ്ഞ് കുറച്ച് രൂപയും എന്റെ കയ്യിൽ തന്നു. ദേ, ആ രൂപ മുഴുവൻ ഞാൻ ഈ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. സത്യമാണോ നീ പറയുന്നേ? ഞാൻ പിന്നെ എന്തിനാ കള്ളം പറയുന്നേ? അച്ഛൻ പറയുന്നത് അമ്മയ്ക്ക് കേൾക്കാൻ വയ്യെങ്കിൽ വേണ്ട, ഞാനിതെല്ലാം അകത്തുകൊണ്ട് വെച്ചേക്കാം. വേണ്ട, വാസുവേട്ടൻ പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ തന്നെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ തീർന്നു. അതിങ്ങെടുക്ക്, ഞാൻ പോയിട്ട് വരാം. പിന്നെ തിരിച്ചു വരുമ്പോ എനിക്ക് ഐസ്ക്രീമും കൂടി വാങ്ങിക്കൊണ്ടുവരണേ അമ്മേ. കൊണ്ടുവരാം. അമ്മേ, നമ്മുടെ ആ സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോണേ, അച്ഛൻ പ്രത്യേകം പറഞ്ഞതാ. ഓ, അവിടേക്കേ ഞാൻ പോകുന്നുള്ളൂ. ഉത്സാഹിച്ച് പോവ്. ഇനി ആ മേട എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടു തന്നെ അറിയണം. അയ്യോ, തിരിച്ചിനി ഈ രൂപത്തിൽ തന്നെയാണോ വരുന്നേ? എന്റെ ദേവിയേ, നിനക്ക് മാത്രമേ അറിയൂ.